ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്താളാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദെ, എനിക്ക് മുസ്ലിം ആകണം, പക്ഷെ വ്യഭിചരിക്കാതിരിക്കാൻ പറ്റൂല. വ്യഭിചരിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനത്തെ വല്ല ഇസ്ലാമൊന്നും എൻ്റെ അടുത്തുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇയാളെന്ന് വിചാരിച്ചു, ഓ വ്യഭിചാരിച്ചും കൊണ്ട് നടത്താവുന്ന ഇസ്ലാമും ഉണ്ടാവും, വേറെ ഇസ്ലാം ആയിക്കോട്ടെ, എനിക്ക് നാത് മതി. വ്യഭിചരിക്കാൻ പറ്റാത്ത ഇസ്ലാം എനിക്ക് വേണ്ട. എനിക്ക് വ്യഭിചരിക്കുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം വ്യഭിചാരം. മുസ്ലിം ആകണം എന്നൊക്കെ എൻ്റെ ഭർത്താനും ബാഗൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുണ്ട്, മുസ്ലിം ആകണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറയണ്ടേ മുഹമ്മദിന്റെ മതത്തിൽ കൂടി പിന്നെ വ്യഭിചരിക്കാൻ പറ്റൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വ്യഭിചാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്ന വല്ല വകുപ്പുകളുണ്ടോ എന്നാ ഞാൻ മുസ്ലിം. അപ്പോൾ റസൂൽ എന്ത് പറഞ്ഞു? ഇരിക്കുന്നാല്. അപ്പോൾ ഇയാളെന്ത് വിചാരിച്ച് ഉണ്ടാവും? വേറൊരു ഓപ്ഷനിൽ മനസ്സിലായില്ല, വേറെ ഇസ്ലാം ഉണ്ടാവും. ബ്രീഫ് മനസ്സിലായി, ചെറിയ വേറെ എന്തോ ഒരു ഇസ്ലാം ഉണ്ടാവും. നബി അയാളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. പിന്നെ അയാൾ ഷാത്ത് കരിമേലി. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് വ്യഭിചാരത്തെ പോലെ ഇഷ്ടമുള്ളൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്. ഇപ്പോൾ എനിക്ക് വ്യഭിചാരത്തെക്കാൾ വെറുപ്പുള്ള പറഞ്ഞില്ല. ചില്ലറ മിനിറ്റ്. അതാ മനുഷ്യന്റെ കൽബെന്നാണ് പറയുന്നത്. കൽബ് തുറന്ന് വർത്താനം പറയാം, അത് മനുഷ്യൻ കേൾക്കും. എവിടുന്ന് പറയണം? കൽബെന്ന് പറയണം. അതന്നെ അതാ മുഹമ്മദ് മുസ്തഫ. അപ്പം രണ്ട് കാര്യം നമുക്ക് നിർഭയത്വം. ഒന്ന്, നബി ജീവിച്ചിരിക്കണം, നബിയുടെ സുന്നത്ത് ജീവിക്കണം. സുന്നത്ത് ഇപ്പോൾ ജീവിക്കണില്ല. നമ്മൾ ആരും ലയിച്ചിട്ടില്ല. നബിയിൽ ലയിച്ചതിന് ശേഷം പുറത്തു വരുന്നതാണ് സുന്നത്ത്. ഒരാൾ അവന്റെ നഫ്സിനെ നബിയുടെ ഉടമസ്ഥതയിലായി മനസ്സിലാക്കുന്നില്ല. ഞാൻ നബിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവൻ വ്യക്തിയാണെങ്കിൽ അവൻ അടിമയാകണം. ഒരു വ്യക്തിയെ മനസ്സിലായില്ല. ഒരു വ്യക്തി ഒരാളുടെ ഉടമസ്ഥതയിലാകണമെങ്കിൽ എന്ത് വേണം? ഒരു വ്യക്തി ഒരാളെ ഉടമസ്ഥതയിൽ ആയാൽ പിന്നെ ആ വ്യക്തി ആരാവും? ഒരു വ്യക്തി ഒരാളെ ഉടമസ്ഥതയിലായാൽ ആ വ്യക്തി ആരായി? അടിമയില്ലേ? ഇതന്നല്ലേ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമൽ ഗഫീറു ഫിക ഖാദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. എത്രയോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത കാലത്ത് വഹാബികൾ ഏറെ വിമർശിച്ചൊരു വരിയാണ്, നബിയുടെ അടിമയല്ലേ അള്ളാന്റെ അടിമയല്ലോ. ഞങ്ങൾ അള്ളാന്റെ അടിമയാവുന്നതിനേക്കാൾ ആദ്യമായത് നബിയുടെ അടിമയായിട്ടാണ്. ആരടിമയാണത്? അള്ളാന്റെ അടിമ. നബി അള്ളാന്റെ തൂണേതാ, നീ നബിയുടെ അടിമയാ. കാരണം നിനക്ക് അവകാശമല്ല. ആർക്കാണ് അവകാശം? നബിക്കാണ്. പറഞ്ഞില്ലേ, ഇന്ന് ഇനി ഭാര്യയുടെ കൂടെ കിടക്കാൻ പാടില്ല എന്ന് സഹാബിയോട് പറഞ്ഞപ്പോൾ പണിയൊക്കെ എന്ന് പറഞ്ഞോ? ഇല്ല. തൊലാക്കെല്ലാം കൽപ്പിച്ചു ചോദിച്ചു. ഇല്ലാറും. അൽഹംദുലില്ലാ, പോയിക്കോ ഇനി വിളക്കണ്ട, പോയിക്കോ ഭാര്യയോട്. എന്തേ? നബി എന്നാണോ പറഞ്ഞെന്ന് മതി. കാരണം ആ സ്വഹാബിയുടെ വീക്ഷണ പ്രകാരം ആ സ്വഹാബി അടിമയാ. ആരുടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന്റെ പുണ്യ റസൂലിന്റെ അടിമയാണ് ആ സ്വഹാബി. ആ പുണ്യ റസൂലിന്റെ സ്വഹാബിയായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് താല്പര്യങ്ങളില്ല. ഒരാൾ ചരങ്ങ വിൽക്കുക മദീന അങ്ങാടിയിൽ. അപ്പൊ റസൂലുള്ള ബേക്കിലോട് മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ ചെന്നിട്ട് അയാളൊരു കഴുത്തിലിങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാൾ ഇട്ടിട്ടുണ്ട്, സാരിങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ബേക്കിന് ഒരു വലി ഒഴിച്ചു. തമാശ മനസ്സിലായില്ല. ഒരാൾ അങ്ങാടിയിൽ ചരങ്ങ വിൽക്കുക. അപ്പൊ റസൂലുള്ള മെല്ലെ പോയി ഒരു മഫ്ലർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ കഴുത്ത് കൂടി ഇട്ടിട്ടുണ്ട്. ഇല്ല, റസൂലുള്ള മെല്ലെ പോയിട്ട് ഒറ്റ വലി ഒഴിച്ചു. അപ്പൊ അയാൾക്ക് കഴുത്തിന് വേദനയായി. അപ്പൊ അയാൾ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി. അപ്പൊ അയാൾ ഫിദാക്കാബിക ഉമ്മി, എൻ്റെ ഉമ്മയും ബാപ്പയും വരെ ഈ കാലിന്റെ ചുട്ടിലല്ലേ നബിയുടെ നെഞ്ചിലേക്ക് വേണം. മനസ്സിലായോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത തമാശ, ഒരു അടിമ കിട്ടിയിട്ടുണ്ട്, ഇതെന്റെ അടിമയാണ്. മയസ്തരീഹി, ആർക്കാ ഒരു അടിമ വേണ്ടത്? നേരം വിളിച്ചോളി, എപ്പോൾ കൊടുക്കാൻ പോവുകയാണ് അങ്ങാടി നിന്നുകൊണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, ആർക്കും വേണ്ടാത്തൊരു ഒരു കറുകറുത്തൊരു ചരക്ക് ഇന്നൊന്നും ലേലം വിളിച്ചിട്ട് കാര്യമില്ല.
നബി പറഞ്ഞു, മാ അൻത ഇൻദല്ലാഹി ബികാസിൻ, അള്ളാന്റെ അടുക്കൽ ഈ വിലയില്ലാത്ത മുതലല്ലടാ എന്ന് പറഞ്ഞു. അള്ളാന്റെ അടുക്കൽ വിലയുള്ളവനാ, നിന്റെ അടിമയാണ്. ഏതൊരാൾ അങ്ങനെ റസൂലുള്ളാഹിക്ക് വീണോ ഓൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്, ഓനാണ് സുന്നത്തിന്റെ ആളും, ഓൻ അള്ളാന്റെ അടുക്കൽ വിലയുള്ള ആളോ പറഞ്ഞ മനസ്സിലാ പറഞ്ഞ് അതിന്റെ അവസാന പാതകൾ കരഞ്ഞു. അതുവരെ തമാശ. ഒരു പക്ഷെ ഇത് പറയാൻ വേണ്ടിയായിരിക്കും അതൊക്കെ ചെയ്ത് വേക്ക പോയി വലിച്ച്. അപ്പൊ അയാൾ തല്ലാൻ മുങ്ങി. പിന്നെ നബിയാന്ന് കണ്ടപ്പോ നബി നെഞ്ചിലേക്ക് വീണ് മാപ്പാക്കണ നബിയെ ഞങ്ങളന്ന് കണ്ടിട്ടില്ല. അപ്പൊ റസൂലുള്ള പുറത്തിങ്ങനെ തട്ടിയിട്ട് ലേലം വിളിക്കും. ആർക്കാ വേണ്ടത്? ഞാൻ ലേലം വിളിക്കാണ്, ഇതിന്റെ ഒരു അടിമയാണ്, ആർക്കാ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ആർക്കും എന്നെ വേണ്ടി വരില്ല, ഞാനൊരു വിലയില്ലാത്ത സാധനം, ഒരു വിലയില്ലാത്ത. അപ്പോൾ പറഞ്ഞു, അള്ളാന്റെ അടുക്കൽ വല്ലാത്തവനല്ല, അള്ളാന്റെ അടുക്കൽ വലിയ വിലയുള്ളവനാ എന്നെ പുണ്യ റസൂൽ. എങ്ങനെയുണ്ട്? അപ്പൊ നിനക്ക് സുന്നത്ത്, നബിയുടെ ജീവിത കാലഘട്ടത്തിൽ നബി നമുക്കൊരു നിർഭയത്താണ്. നബിയുടെ സുന്നത്ത് നബിക്ക് ശേഷം നമുക്ക് നിർഭയത്താണ്. ഇന്ന് ഈ സുന്നത്തിന്റെ ജഡങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും അള്ളാന്റെ ശിക്ഷ നമ്മുടെ മേൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? ആ സുന്നത്തിന് ഇന്ന് ജഡമേ ഉള്ളൂ, എന്തില്ല? ആത്മാവില്ല. എന്നല്ല ഒരാൾ ആത്മാവിലേക്ക്, സുന്നത്തിന്റെ ആത്മാവ് അയാളിനെ ഹയാത്താക്കാൻ ഉദ്ദേശിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ശിർക്കാണ്. എന്താ പറഞ്ഞ? അങ്ങനെ പറയാൻ പാടില്ല, ശിർക്കാണ്. നബിക്ക് അങ്ങോട്ട് ശിർക്ക് പഠിപ്പിക്കണം. നമ്മളെ സംഘടനകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നബി വഫാത്തായാലും നന്നായി. ഏതെങ്കിലും അങ്ങാടിയിൽ നിന്ന് ലേലം വിളിക്കണ്ട അപ്പം തീരുമാനം എടുക്കും. അടിമയില്ലാത്ത സ്വതന്ത്രനായ ഒരാളെ അങ്ങാടിയിൽ ലേലം വിളിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ മയലിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കും. നബിയും പുറത്താക്കും. പുതിയ കാലം അങ്ങനെയാണ്, പുതിയ കാലം അങ്ങനെയാണ്. ഇപ്പൊ നബിനെ വരെ നബി ഇനി ഏതായാലും മയസറി എന്നല്ലേ നബിനെ കാണുള്ളൂ. ദുനിയാവെന്നെങ്ങാനും നബി വരികയാണെങ്കിൽ മിക്കവാറും മയലിൽ നിന്ന് പുറത്താക്കും നബിനെ. നമ്മൾ ഉദ്ദേശിച്ച നബി ഇതൊന്നുമല്ല, ഇത് വേറെ ഏതോ നബിയാന്നറിയും. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ വളരെ ചിന്തിക്കണം, ചിന്തിക്ക്. അപ്പൊ നമ്മളിലൂടെ നബി ജീവിച്ചിട്ട് അതിനാലുണ്ടായിരുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത് സുന്നത്ത്. പറ, അങ്ങനെ സുന്നത്തുണ്ടെങ്കിൽ ആ വ്യക്തി ആ സമൂഹത്തിന് നിർഭയത്താണ്. അങ്ങനത്തെ ഒരു വ്യക്തി നാട്ടിലുണ്ടായാൽ മതി, ആ ജനതയിൽ ശിക്ഷറങ്ങൂല. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു വ്യക്തി ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് ശിക്ഷ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ആ വ്യക്തി നിർഭയത്താണ്. ആ വ്യക്തിയിൽ ആര് ജീവിക്കുന്നുണ്ട്? ഹബീബ റസൂലുള്ളാഹ്. അപ്പൊ എവിടെയും നമുക്ക് നിർഭയത്തിന് രണ്ട് കാര്യമാണ്. ഒന്ന് നബി, രണ്ട് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ എന്നല്ല നമ്മൾ പറഞ്ഞു, വ്യാഴാഴ്ച പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇസ്തിഗ്ഫാർ എന്നാൽ നബി, മനസ്സിലായില്ല, നബിയിലേക്ക് എത്തുന്നതാണ്. എന്ത്? നമ്മൾ നബിയിലേക്ക് മടങ്ങണം. അത് ഇസ്തിഗ്ഫാർ. നബിയിലേക്ക് മടങ്ങണം. സല്ലല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിലേക്ക് മടങ്ങണം. ഒക്കെ നബിയിലേക്ക് മടങ്ങണം. നബി ഇല്ലെങ്കിൽ നോമ്പല്ല, നബി ഇല്ലെങ്കിൽ നോമ്പല്ല, ഒന്നുമല്ല. നബി ഇല്ലെങ്കിൽ നബിയെ നിന്നിലൂടെ ഹയാത്താക്കും. ഫസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞ വാക്കിന് ബഹുമാനപ്പെട്ട നജ്മുദ്ദീനുൽ കുബ്ര തങ്ങളുടെ വ്യാഖ്യാനം അത്തവീലാത്തുൻ നജ്മിയ്യ എന്ന കിതാബ് വായിക്കുന്നത്. എന്താ പറയുന്നത്? എന്ന് നബിന്റെ അടുത്ത് വരണം. മിൻ വുജൂദിഹി മഅ റസൂലി, ഒരു കൂട്ടർ നബിന്റെ കൂടെ അവരുണ്ടായാൽ ഫയൻഖലിബൂന ഇലൈഹി ഇൻഖിലാബൽ ഫർഇ ഇലാ അസ്ലിഹി ഫയജിദൂന അല്ലാഹ ഫീഹിം, നബിയുടെ അടുത്തെത്തിച്ചേർന്നാൽ അവർ അസിലെത്തി. അപ്പോൾ അവർക്ക് അള്ളാഹനെ തന്നെ അവരിൽ കണ്ടെത്താൻ കഴിയും. ലവജദുല്ലാഹ തവ്വാബർ റഹീമാണ്. ഒരാൾ നബിയുടെ അടുത്തെത്തിയിട്ട് പൊറുക്കലിനെ തേടി, നബിയും പൊറുക്കലിനെ തേടിയാൽ അവരിൽ ലവജദുല്ലാഹ, അവർ അള്ളാഹുവിനെ കണ്ടെത്തും. കാരണം അവർ ആരിലെത്തി? നബിയിലെത്തിയപ്പോൾ സ്വാഭാവികമായി അവർ അള്ളാഹിലെത്തിയതുപോലെയാണ്. ഒരാൾ നബിയുടെ കൈ പിടിച്ചാൽ അള്ളാഹിനെ പിടിച്ചതുപോലെയാണ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്, ഇന്നല്ലദീന യുബായിഊനക, ഒരാൾ നബിയോട് ബൈഅത്ത് ചെയ്താൽ ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ ബൈഅത്ത് ചെയ്ത ആരോടാണ്? അള്ളാഹുവോടാണ്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈയുണ്ട്, ഫൗഖ ഐദീഹിം,
നീ ഫൗഖൈദീനത്ത് അറിയില്ലേ? യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈയുണ്ട്. ഫൗഖൈദീഹിം, അവരുടെ കൈയിന്റെ മീതെ. ഇപ്പൊ മൂസക്കുട്ടിന്റെ കൈയല്ലേ? മനസ്സിലായില്ലേ? ഈ കൈയിന്റെ മീതെ ആരെ കൈ വരും? എന്തുകൊണ്ട്? ഈ മൂസക്കുട്ടി എന്റെ കയ്യിലല്ല, ആരെ കയ്യിലാ വെച്ചെങ്കിൽ? റസൂൽ നബിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൈയിന്റെ മേലെ ആരെ കൈയുണ്ട്? അള്ളാന്റെ കൈയുണ്ട്. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനത് ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, യുബായിഊനക, അവർ അങ്ങയോട്, അങ്ങയുടെ കയ്യിൽ വെച്ചിട്ട് അവർ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ, യുബായിഊനല്ലാഹ്, അവർ പ്രതിജ്ഞ ചെയ്ത ആരോടാണ്? അള്ളാഹുവിനോടാണ്. യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈ ഉണ്ട്. ഫൗഖൈദീഹിം, അവരുടെ കൈകൾക്ക് മീതെ. നബിയാണ്, നബി അള്ളാഹിന്റെ പ്രതിനിധിയാ. നബിന്റെ അടുത്ത് എത്തിയവൻ ആരടുത്ത് എത്തിയത്? അള്ളാഹിന്റെ അടുത്ത്. നബിനോട് പറഞ്ഞാൽ അള്ളാഹിനോട് പറഞ്ഞ്, നബിക്ക് വഴിപ്പെട്ടാൽ അള്ളാഹ് വഴിപ്പെട്ട്, നബിന്റെ അടിമയായാൽ അള്ളാഹിന്റെ അടിമയാണ് അത്. ഞാൻ നബിയുടെ അടിമയാണെന്ന് ഒരാൾക്ക് തോന്നിയാൽ അവൻ ആരടിമയാണ്? അള്ളാഹിന്റെ അടിമയാണ്. നബിയോട് പ്രതിജ്ഞ, അള്ളാഹിനോട് പ്രതിജ്ഞ, ഒക്കെ നബിയാണ്, എല്ലാം നബിയാണ്. നമുക്ക് അള്ളാഹിനെ അറിയില്ലല്ലോ, നമുക്ക് നബിനല്ലേ അറിയുള്ളൂ. നമുക്ക് അള്ളാഹിനെ അറിയോ? നമ്മൾ അള്ളാഹിനെ കണ്ടിരുന്നോ? നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ. പറയാം, അതാദ്യം പറയാം. അഷ്ഹദു അല്ലാ, ഇതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പറയാതെ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു, അല്ലാ ഇലാഹ, ഒരിലാഹുമില്ല ഇല്ലല്ലാഹ്, അള്ളാഹ് എന്ന് ജന്തിയാണ് സാക്ഷ്യം വയ്ക്കുക. അതിന് വല്ല അർത്ഥമുണ്ട്? സാക്ഷി എന്നാ കാണണ്ടേ? അള്ളാഹിനെ ഉറപ്പില്ലാത്തവർക്ക് നബിനെ ഉറപ്പില്ലാതൊക്കെ അല്ല. പിന്നെ എങ്ങനെ? ഒരാൾക്ക് ആദ്യം ഒരാൾ നിരീശ്വരവാദത്തിന് സോക്കട എവിടെ തുടങ്ങുക? നിരീശ്വരവാദം എവിടെ അതിന് സോക്കട തുടങ്ങുക? വളർത്തു മകനാണെങ്കിലും ആ സെയ്ദിന്റെ പെണ്ണുങ്ങളെ കിട്ടിയത് ശരിയായില്ല. സെയ്ദ് തൊലാക്കിയിട്ട് കിട്ടിയ, എന്നാലും അതൊന്നും ശരിയായില്ല. അവിടെ തുടങ്ങുക, പിന്നെ അതിങ്ങനെ കൂടും. ഐഷാബിനെ കിട്ടിയത് ശരിയായില്ല. ഇപ്പൊ ഉറപ്പിച്ചോ? ഒഞ്ഞി പെണ്ണാൻ വിട്ട ഒഞ്ഞി എവിടെ കൊള്ളു? പറേ, ഒഞ്ഞി എവിടെ എത്തിക്കൊള്ളൂ? പറേ, ഓനിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. അതെനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇജ് വിട്ടു, ഇപ്പൊ സ്റ്റേഷൻ വിട്ടു, നീ എവിടെ പോന്നു? എക്സ് മുസ്ലിം. അപ്പൊ എവിടെ ഓന് പ്രശ്നം തുടങ്ങുക? പറ, എവിടെയാണ് ഒരാൾക്ക് പ്രശ്നം തുടങ്ങുക? എവിടെയാ? നബിയിൽ. എവിടെ വിശ്വാസം തുടങ്ങുക? നബിയിൽ. അള്ളാഹിനും ഈ നിരീശ്വരവാദിക്കൊന്നും അള്ളാഹുവിന് വിശ്വാസമില്ല, വിശ്വാസക്കൂടില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഏത് എക്സ് മുസ്ലിമും പ്രശ്നം ഉണ്ടാക്കുക ആരെ പറ്റിയാണ്? നബി. നബീനെ പ്രശ്നം ഉണ്ടാക്കുക. വിശ്വാസം അങ്ങനെ തന്നെയാണ്. സിദ്ദീഖുൽ അക്ബറിന് ഏറ്റവും വിശ്വാസം ആരെയാണ്? സിദ്ദീഖുൽ അക്ബർ അള്ളാഹിനെ കൊണ്ടിരുന്നു. ആരെ വിശ്വാസമാണ്? സിദ്ദീഖുൽ അക്ബറിന് വഹിയുണ്ടോ? ജിബ്രീൽ വന്ന് വഹി സിദ്ദീഖുൽ അക്ബർ കൊടുത്തിട്ടുണ്ടോ? വിശ്വാസാണ്. ആര്? മുഹമ്മദ് എന്ന ഈ മനുഷ്യന് വിശ്വാസാണ്. ഇത് അത്രയും വലിയ മനുഷ്യനാണ് എന്ന് കുട്ടിക്കാലം മുതൽ പരിചയമുണ്ട്. ആർക്ക്? അബൂബക്കറിന്. ആ അബൂബക്കറിന് എനിക്ക് വിശ്വാസമാണ്. അതാണ് മുസ്ലിമാര്. ചങ്ങായിമാര് പിന്നെ നമ്മുടെ നാട്ടിൽ 2 ചങ്ങായിമാരുണ്ട്. രണ്ടാളും പള്ളിക്ക് ഒറ്റക്കെത്തിയോ നിസ്കാരം ജമാഅത്തായി രണ്ടാളും നടത്തില്ല. തമാശ കാര്യമാണ്. എന്റെ ഓനെ ഇമാമത്ത് നടത്തൂലെന്ന് ഇവനും അറിയാം, ഇവനെ ഇമാമത്ത് നടത്തൂലെന്ന് മറ്റൊന്നും അറിയാം. അവനും കയറി കൂടെ അങ്ങോട്ട് ഇങ്ങനെ നടക്കും. വേറെ ആരും വന്നാ ഞങ്ങളിപ്പോ രണ്ടാളും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതുവരെയും കൊക്കി പറിച്ച് നടന്നത്. കാനബൽ രണ്ടാളും പോയി ഏതൊക്കെ ചെറ്റ ഉന്തിയിട്ടുണ്ടെന്നോ ഏതൊക്കെ നട്ടപ്പാതിരക്ക് ആരാന്റെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്ത് ബഹുമത്തപ്പനെ അറിയാലോ. അപ്പൊ അവനാന്റെ നിസ്കാരം നാശാക്കരുത് ഓരോരുത്തർക്കും ഉണ്ടല്ലോ. ഓന്റെ നിസ്കാരം നാശായാലും ഓ ഇമാമായ എന്റെ നിസ്കാരം കൂടി പോവും. നീ ഇപ്പം കയറിയാണെങ്കിലോ എന്റെ നിസ്കാരം ആവൂല, കളയാനാവൂല. ഏതായാലും എപ്പോഴെങ്കിലും ഒക്കെ നിസ്കാരമുള്ളൂ, അത് കളയണ്ട. ആദ്യം ഈ വിശ്വസിച്ചത് ആരാണ്? ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദ്യം വിശ്വസിച്ചതായ ഖദീജത്തുൽ കുബ്ര. എങ്ങനെ? അതെങ്ങനെയാണ് ഖദീജ വിശ്വസിക്കുക? നിങ്ങൾക്ക് ഒക്കെ പെണ്ണുങ്ങളുണ്ടല്ലോ. കുട്ടികൾ തലവേദന കളി പള്ളി കൊണ്ടായാലും മോലിയൊരു പാത്യ സുഹൃത്തല്ലേ ഓതുള്ളൂ അല്ലേ? പള്ളി കൊണ്ടായാലും മോലിയൊരു പാത്യ സുഹൃത്തന്നെ ഓതുക. ആ പാത്യ സുഹൃത്ത് ഓതിട്ട് ഇജ്ജി മന്ത്രിക്കാൻ നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ പറയും
ദയവായി വേണ്ട. എന്റെ കുട്ടിക്ക് തലവേദന ആയാലും വേണ്ടില്ല, ആ ശൈത്താനും കൂടി കയറ്റണ്ട. മൂല്യം കൊണ്ട് കൊടുക്ക്. മൂല്യരെ പെണ്ണുങ്ങൾ വേണമെങ്കിൽ അപ്പുറത്തെ മദ്രസ മാലിന്റെ അവിടത്തേക്ക. എന്തുകൊണ്ട് ഇയാളത്തിന് പറ്റൂലെന്ന് മൂല്യരെ പെണ്ണുങ്ങൾക്കറിയും. ഏതൊരാളെയും ഭാര്യ അംഗീകരിക്കില്ല. ഭാര്യ ഒരാൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നല്ല ആളായിരിക്കും. അത് ഉറപ്പാണ്. ഭാര്യ ഒരാൾ അംഗീകരിക്കണമെങ്കിൽ അയാൾ സോറി ആയിരിക്കും. കാരണം ഇയാളെ എല്ലാം ആർക്കറിയും. അത് ഉറപ്പാണ്. ഭാര്യ ഒരാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് കപടനാവൂല. ആളുകളെ കാണാൻ വേണ്ടി ദാനം ചെയ്യും. രഹസ്യമായി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാൾ ദാനശീലനാണെന്ന് നാട്ടുകാർ അംഗീകരിക്കും. ആരംഗീകരിക്കൂല? നമുക്ക് പറ്റൂല. ഞങ്ങളോട് ഈ റമദാനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ്റെ ഭാര്യ ഒന്ന് തലയിൽ കിട്ടും, താടിയുള്ളവനാ. ആ ഭാര്യ അപ്പുറത്തെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്തു, എന്ത്, എൻ്റെ ഭർത്താവിന് ഇന്നെ ഏറ്റവും ആവശ്യം റമദാന്റെ പകല്ല. തലയിൽ കിട്ടും, താടിയുള്ളവനാ. ഇവിടെ പരിസരത്ത് വലിയ അമേരിക്കക്കൊന്നും പോണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ഓന് മൂല്യരുമാണ്, താടിയുണ്ട്. ഓൻ മന്ത്രിച്ചൊതിയാൽ ഭാര്യ അംഗീകരിക്കും. എനിക്ക് വലിയ തലവേദന, ഞാൻ ആശുപത്രി കൊണ്ടുവന്നാണ്. അപ്പോൾ ഓൾ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഞാനൊന്ന് മന്ത്രിച്ചു തരാം. ആശുപത്രി കൊണ്ടേ മന്ത്രമാണ്. ഭാര്യ ഇത് സത്യമാണോ അല്ലേ നിങ്ങൾ പറയും. ഇതാദ്യം എന്നെ പേടിപ്പിച്ചു പറഞ്ഞു. നിങ്ങളാരും പേടിപ്പിക്കും. നിങ്ങൾ അത്രയും നല്ല ആളാണെന്ന് ഖദീജക്കറിയും. 15 കൊല്ലം അതിൻ്റെ മുമ്പ് അറിയും. 15 കൊല്ലം അറിയും. അത്രയും വലിയ ആളാണ്. പുതുമോടിയിലെ ഭാര്യ ഭർത്താവും തമ്മിൽ മധുവിധു ആഘോഷിക്കുമ്പോൾ അല്ല വർത്താനം പറയണത്. അപ്പോഴത്തിന് കുട്ടികളെ എമ്പാടുണ്ടായിട്ടുണ്ട്. എന്നിട്ടാ 15 കൊല്ലമൊക്കെ ആകുമ്പോഴത്തിന് അങ്ങോട്ടും കൊണ്ട് മാറിക്കിടക്കേണ്ട കാലായി. ആ സമയത്താണ് മലയിറങ്ങി ഓടി വന്നു. ഞാനോ പേടിപ്പിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്താ അൽഹംദുലില്ലാ, നീ ഏതായാലും പെരി കിടന്നുറങ്ങുമല്ലോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കണ്ടോടത്ത് മുഴുവൻ നടക്കുക. അവനാലെ പേരിലില്ല. നീ ഏതായാലും പേടിപ്പിച്ചത് നന്നായി. അയാൾക്ക് ഞാൻ മമ്മദാക്കാനെ പേടിയിൽ ചായയും കൊടുത്ത് ഞാൻ ഇറങ്ങാൻ കണ്ടു. എന്താണോ ഖദീജ ബീവി പറഞ്ഞത്? വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ. അല്ലാഹു നിങ്ങളെ നിസ്സാരപ്പെടുത്തുകയില്ല. ഒരിക്കലും നിങ്ങൾക്കും ഒരാൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ പേടിപ്പിച്ച് ഒരുത്തൻ നേടൂല. നിങ്ങൾക്കോട്ട് പേടിയുണ്ടാവില്ല. ഇന്നക ലതസിലു റഹ്മ, നിങ്ങൾ ബന്ധങ്ങളെ ചേർക്കുന്നവനാണ്, ഫിത്ന ഉണ്ടാക്കുന്ന ആളല്ല. അതേ വയലറിനെ നമുക്ക് എന്താ പണി? ഫിത്ന ഉണ്ടാക്കുക. മറ്റുള്ളവർക്ക് ഭാരമുണ്ടാക്കുന്ന പണിയല്ല, മറ്റുള്ളവരുടെ ഭാരത്തെ സ്വന്തം ചുമലിൽ വഹിക്കുന്ന ആളാണ് നിങ്ങൾ. എവിടെയെങ്കിലും ഒരു മനുഷ്യൻ തിന്നാൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണവനാണ് നിങ്ങൾ. സത്യത്തിന് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തിട്ടും സത്യത്തെ നിലനിർത്തുന്ന വ്യക്തിയാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ ഈ ലോകത്തൊരാൾക്ക് കയ്യിലാന്ന് ആദ്യം പറഞ്ഞത് ആരാ? 15 കൊല്ലം കൂടെ കിടന്ന സ്വന്തം ഭാര്യ. എന്താണ് നിങ്ങൾക്ക് വേണ്ട? ആയിരം വലിയ വാർത്ത എന്താ വേണ്ട? അതാണ് മുഹമ്മദ്. ആ ആളെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ അള്ളാഹനെ കണ്ടിട്ടില്ല. അള്ള ഒന്നായാലും എന്ത്, 100 എന്ത്, എനിക്ക് 1 100 ഒക്കെ എന്ത് കണക്കല്ലേ? എന്തേ എന്തേ അള്ള 1 100 എനിക്കറിയോ? അറിയണമെന്ന് പറഞ്ഞാൽ അള്ള 100 1 നിങ്ങൾ കണ്ടോ? തൗഹീദ് ബുദ്ധി കൊണ്ട് തീരുമാനിക്കാവുന്ന സാധനമല്ല. അതൊക്കെ റുഇയത്തോണ്ടാ തീരുമാനിക്കുക. അതിനാണ് 7 ആകാശം വാനം ഒക്കെ തുറന്നോവർ. ഇതിനെ 7 ആകാശം വാനം തുറക്കണം. അവിടെ വല്ല ചായക്കച്ചവടമുണ്ടോ? അവിടെ ടെസ്റ്റൈലുണ്ടോ? എവിടുന്നാണ് നമ്മളൊക്കെ വരുന്നത്? 7 ആകാശം വാനം എന്തിനാണ് തുറന്നു കൊടുത്തത്? മുഹമ്മദിയത്തിൽ ലയിച്ചപ്പോൾ മുഹമ്മദിയത്തിൽ കണ്ടത് മൊയ്തീനാണ് കണ്ടു. ഒക്കെ നോക്കുമ്പോൾ ഒരു പഠിച്ചോനേ ഉള്ളൂ. അല്ല, എന്തിനാ ആകാശം തുറന്നു കൊടുത്തത്? 7 ആകാശം വാനം തുറന്നു കൊടുത്തു മൊയ്തീൻ ശൈഖിന്. എല്ലാ മശായിഖമാർക്കും തുറന്നു കൊടുക്കും. എപ്പോൾ അവർ നബിയിലേക്കും അവർ മുഹമ്മദിയത്തിലേക്കും, അപ്പോൾ പിന്നെ മുഹമ്മദിയത്ത് അവരിലും മുളക്കും. അപ്പോൾ ആകാശമൊക്കെ നിസ്സാരം അവർക്ക്. അപ്പോൾ ഒരാരെ അവർ കാണുള്ളൂ. എവിടെ നോക്കിയാലും ഒരു പ്രഭയാണ്. ആരുടെ?
അള്ളാഹുവിന്റെ നൂറത്തെ ചൊല്ലി അത് എവിടെയും കാണാനില്ല. അപ്പൊ അവര് പറയും അവരശ്വതു അന്റെ അശ്വത് നോണയാണ്. പിന്നെ അത് നോണ അല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചാരി നിൽക്കണം ആരിലേക്ക്? റസൂലിലേക്ക്. അല്ലാതെ എന്ത് മാന നമ്മൾ അശ്വതിനുള്ളത്? ഏത് ബാപ്പേനടാ എനിക്ക് അശ്വത് ഉറപ്പാകാം എന്ന് പറയാൻ പറ്റിയ ആണുണ്ടെങ്കിൽ വരിയടാ. നിങ്ങളെ ജമിയത്തിൽ ഉലമി ഉമറി ഒക്കെ വെല്ലുവിളിക്കുക. അശ്വത് ഉറപ്പുള്ള ആണുണ്ടെങ്കിൽ വരി. ഒറ്റൊന്നേ ഉള്ളൂ, എന്ത്? തസ്ദീഖും ബി മുഹമ്മദ്, മുഹമ്മദിലുള്ള വിശ്വാസമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാരെ കണ്ടിട്ടില്ല, അള്ളാഹിനെ കണ്ടിട്ടില്ല, നമുക്ക് അള്ളാഹിനെ അറിയില്ല, നമ്മളെ നൂറത്തെ ജല്ലി കണ്ടിട്ടില്ല, അവന്റെ നൂറാനിയത്ത് നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിക്കണോ? പറ കുട്ടി, കണ്ടോ? ഇല്ല, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആരെ കണ്ടതുപോലെയാണ് റസൂലുള്ളാഹിനെ കണ്ടതുപോലെ. ആയിരക്കണക്കിന് 10,000-കണക്കായ ഗ്രന്ഥങ്ങളിൽ ലോകം മുഴുവനും ഈ മഹാന്റെ മാത്രം എഴുതിയിട്ടുണ്ട്. ആ മഹാൻ അത്രയും സത്യസന്ധരാണ് എന്ന് എഴുതി അക്കാലത്തെഴുതിയ രേഖകൾ, അക്കാലത്ത് ക്രിസ്ത്യാനികൾ എഴുതിയ രേഖകൾ ഇന്ന് കിട്ടാനുണ്ട്. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കി. അത് വായിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. എല്ലാവരും പുസ്തകം വായിക്കണം. എൻ്റെ പുസ്തകം വെക്കാൻ വേണ്ടി പറയല്ല, എനിക്ക് പുസ്തകം വിറ്റേണ്ട ആവശ്യമില്ല. ഞാൻ പടച്ചാമ്പൂര നേമത്തോടുത്ത പാപ്പാൻ്റെ മകനാ, എൻ്റെ ഒന്നും ആവശ്യമില്ല. നിയമക്കാടം വന്നാലോ ഞാൻ വിട്ടു, അതിനൊക്കെ മുതലുണ്ട്. പുസ്തകത്തിന് ചിലവാക്കിയാണ് ഞാനല്ല. ഞാൻ റഹ്മത്തുള്ളാഹിനെ ഇതിൽ തോൽപ്പിക്കാന്ന് വിചാരിക്കും വേണ്ട. പുസ്തകം വിറ്റില്ലെങ്കിൽ ഒന്നും എനിക്കില്ല. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന പാളാർച്ച മുതലുണ്ട്. ഞാൻ എൻ്റെ മുതലിൻ്റെ സീഡിറ്റാലും എൻ്റെ നടക്കൂടും എന്ന് നിങ്ങൾ വിചാരണ്ട. നിങ്ങൾ എന്നോട് നടിച്ച പുസ്തകം വായിക്കാറുണ്ട്. നിങ്ങൾ പുസ്തകം വായിച്ചോളി. നിങ്ങൾക്കൊരു മനുഷ്യനാണെങ്കിൽ അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് ഈ സമാൻ്റെ തൗഫീഖാണ്. അത് എൻ്റെ കയ്യിലൂടെ പുറത്തു വന്നേ ഉള്ളൂ. നമുക്കൊരാളെ അറിയൂ. ആരെ? എനിക്ക് മുഹമ്മദ് മുസ്തഫാനെ കാണിച്ചത് കാപ്പിൽ മുസ്ലിയാരാണ്, ഓക്കെ സിന്ധിക്കുട്ടി മുസ്ലിയാരാണ്. ഓരൊക്കെ എനിക്ക് കാണിച്ചെന്ന്. ഇതാണ് നബി. മനസ്സിലായില്ലേ? അവരിലൂടെ എൻ്റെ വല്യാപ്പ, ഈ ഖലീഫ് എന്ന് പറഞ്ഞത് എൻ്റെ വല്യാപ്പ. ആ മനുഷ്യനിൽ ഞാൻ നബിയെ കണ്ടു. ഇന്ന് അങ്ങനത്തെ ആളെ കാണാനില്ല. അതിൽ പറഞ്ഞിട്ട് അതുകൊണ്ട് കുട്ടികളെ ലിബറലിസ്റ്റാകുക. തിരിഞ്ഞില്ല. ഒന്നുകൂടി പറയാം, ഞാൻ നബിയെ കാണുന്നത് എൻ്റെ വല്യാപ്പയിലൂടെയാണ്, എൻ്റെ സ്ഥായിലൂടെയാണ്. അവർ നബിയെ കാണിച്ചു തരാൻ പറ്റിയ ആളുകളാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? എൻ്റെ വല്യാപ്പ എനിക്ക് അൽഫെയ്തി തന്നത്. ആ മനുഷ്യനെ പുറത്തൊരു മഹാനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാമ്പ് കടിച്ചിട്ട് പാമ്പ് എത്തും. വല്യപ്പ അതിൻ്റെ മേലെ എന്താ ഫലക്കും ആസ്വദിയാണ് വെള്ളം പറഞ്ഞ് പള്ളിയൊക്കെ പോയി. ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ വല്യമ്മ പറഞ്ഞു, ഇപ്പനെ പാമ്പ് അടിച്ചിരുന്നു, ഇപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ട്, നിങ്ങളന്ന് തപ്പിക്കാളി അവിടെ എവിടെയും ചത്തലുണ്ടോന്ന്. ഉമ്മ പറഞ്ഞു, എന്റെ സ്വന്തം ഭാര്യ പറയാ. ആ പറയണമെങ്കിൽ ആ മനുഷ്യന് അത്ര വിശ്വാസം ഉണ്ടാണല്ലോ ഭാര്യക്ക്. തപ്പി തൊഴുത്തിന്റെ ബാക്കിൽ പുല്ലാണിക്കാട് ചത്തിറക്കുന്നുണ്ട്. ആര്? പാമ്പ്. ഞാൻ കണ്ടതാ. വല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്. എന്റെ അത് റസൂലുള്ളാഹിന്റെ ആൾ തന്നെയാണ് എൻ്റെ വല്യാപ്പ. അവര് പറയും അൽഫ ഉറങ്ങുന്ന അതിന് വില ഉണ്ടാവും. ഇന്നിപ്പോ നമുക്ക് എവിടെയാണോ വരിസംഖ്യ ഇല്ലാത്തത് അവിടെ കൊണ്ട് ചേർക്കും. ഇതിന്റെ ആണോ അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ തലേ ദിവസം സാലിയ മനുഷ്യനെ കൊണ്ട് അലിഫ് പറയിപ്പിക്കോ? അതില്ല. ഒരാൾക്ക് ആദ്യം അലിഫ് പറഞ്ഞ അതിനൊരു വില ഉണ്ട്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഒരലിഫ് ഒരാളെ പറഞ്ഞു കൊടുക്കുക, അതിനൊരു വില ഉണ്ട്. അതിനൊരു വില ഉണ്ട്. ആ വ്യക്തിക്ക് വില ഉണ്ട്. അതിന്റെ വില ഇവിടെ കാണും. എന്റെ വല്ലിപ്പാണ് എനിക്ക് അലിഫ് പറഞ്ഞത്. അതിന്റെ അഭിമാനമാണ്. എന്റെ അഭിമാനം എന്റെ വല്ലിപ്പനാണ്. എന്റെ വല്ലിപ്പ അത്രയും വലിയ ആളാണ്. ആളായിരിക്കും അലിഫ് പറഞ്ഞത്. അതിന്റെ പുറത്തോണ്ട് തെറ്റൂലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കായിട്ട് തെറ്റാക്കാൻ ഒന്നുമില്ല. എപ്പോഴും ഈ തെറ്റാ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എന്റെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അലിഫ് പറഞ്ഞത്. ആ മനുഷ്യൻ മഹാനാണെന്ന് ഇന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവർക്ക് അങ്ങനത്തെ ആളാ പറഞ്ഞു കൊടുത്തത്. അത് പോവും. നമ്മളെ സമാനിൽ അത് കഴിഞ്ഞു. എന്തുകൊണ്ട്? പറ. നമ്മളെ സമാനിൽ അത് കഴിഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് കഴിഞ്ഞു? എന്തുകൊണ്ടാണ് നമ്മുടെ സമാനിൽ കഴിഞ്ഞത്? ഈ ശുദ്ധിയും വൃത്തിയുമുള്ള ഈ റസൂലിൽ ലയിച്ച ആളുകൾ ഇന്ന് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് അലിഫ് പറഞ്ഞു കൊടുക്കാൻ ഇല്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ നമ്മൾ തയ്യാറുമല്ല. ഇനിയിപ്പൊ ഇന്ന് എന്റെ കുട്ടിയതാ കണ്ണൂർ ഒരാളുണ്ട്, സ്വാലിഹാണ്. അയാൾ ഞാൻ വലിയ മഹാനാണ്. അപ്പൊ അയാളെ കൊണ്ട് അൽഫ എഴുതിച്ചിട്ട് വേണം നാളെ സ്കൂൾക്ക് മദ്രസയ്ക്ക് കുട്ടിനെ പറഞ്ഞേക്കാൻ തോന്നിയാൽ അന്ന് എന്റെ അമ്മോശാക്ക പറഞ്ഞു, ഇനിയിപ്പൊ അതിന് പോയിട്ട് ഓൻ ഖുറാഫിയ എന്ത് പറയില്ലേ? പറയൂല്ലേ? ഓൻ ഖുറാഫിയ.
ഓൻ കണ്ണൂർക്ക് വയ്ക്കാപ്പോ ഏതോ ഒരു ഉലിയുണ്ടത്രേ മൂപ്പരെ കൊണ്ട് എഴുതിപ്പിക്കാൻ. എന്തേ പറയില്ലേ? അതിന്റെ ഓക്കടും ഉണ്ടാവും. ഇതൊക്കെ ചിന്തിച്ചോ. സാലിഹ്യങ്ങൾ ഉണ്ടാക്കിയ പള്ളിയൊക്കെ ഇനിയൊരു 100 കൊല്ലം നിൽക്കുമായിരുന്നു. ആ പള്ളി തച്ചൊളിച്ചിട്ട് ഹക്കും ബാത്തിലും അറിയാത്ത അറബികളെ പൈസ കൊണ്ട് ഈ പള്ളി ഉണ്ടാക്കി. ഇനിയൊരു 100 കൊല്ലം ഒരു കുഴപ്പമില്ലാത്ത പള്ളിയൊക്കെ നടക്കും. സത്താണോ അല്ലേ? തച്ചള് പൊളിച്ചിട്ട് എന്ത് ചെയ്തു? അറബികൾ സ്വിസ് ബാങ്കിലൊക്കെ ഇട്ട പൈസന്റെ ഫായിദ അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നു, എന്നിട്ട് ഉണ്ടാക്കി. 1, 2 ആക്കും ബാത്തിലും അറിയാത്ത മുതലും എന്നാണ് അവരിത് ചെയ്തത്. അതൊക്കെ നിറച്ചു പള്ളിക്ക്. എന്നിട്ട് പള്ളി ഉദ്ഘാടനം ചെയ്യൽ എങ്ങനെയാണ്? എന്താ നമ്മളെ പണി? ഉദ്ഘാടകൻ നേരം വൈകിയാൽ മതി കുത്തിക്കും. പള്ളിയുടെ ഉദ്ഘാടകൻ 10 നേരം വൈകി മതന്നെ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല. മാന്തന്നെ പള്ളിന്റെ ഉദ്ഘാടനം വലിയ 2 കോടിന്റെ പള്ളി കയറ്റി. എന്നിട്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന ദിവസം ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടകൻ വന്ന് നിസ്കാരത്തിന് ഇമാമത്തിക്കണ വരെ 2 മണി എന്താ മാന്ത? ഉദ്ഘാടകന്റെ പണി എന്താ? കാറ് കുത്തരുന്ന് മാന്തികള്. ഈ പള്ളി നിസ്കരിച്ചാൽ എനിക്ക് അള്ളാനല്ല അതിന്റെ അപ്പുറത്തേക്ക് കിട്ടും. വേറെ നിങ്ങൾ അള്ളാണ്ടോ നോക്ക്. ഒന്നും കൂടി വിചാരിക്കരുത്. ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട് ചങ്ങായി. ഒക്കടെ പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു, ഒക്കെ കണക്കാണ്. ഇത് ഇസമാന്റെ നഷ്ടമാണ്. തിരിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഇസമാനെ നിങ്ങൾ ആലോചിക്കുക. ഒന്നും മനുഷ്യന് വിഷയമില്ല, ഒന്നും വിഷയമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചതിന് എതിരെ ഒരു 10 മിനിറ്റ് 8 മിനിറ്റ് പ്രസംഗം നടത്തി ഞാൻ. അതല്ല വിഷയം എന്തെന്നറിയോ? അതിൽ 100 കണക്കിന് കമന്റുകളാണ് മുആവിയെ എതിർത്തുകൊണ്ട് വന്നത്. നമ്മൾ ഡിലീറ്റാക്കിയത്. മലയാളത്തിലെ യൂത്ത് ഇരുന്നിട്ട് എഴുതുക ആർക്കെതിരെ? ആരായി മുആവിയ? മുസ്തഫ റസൂലുള്ളാഹിന്റെ പ്രഗൽഭ സ്വഹാബി. അതൊന്നും നമുക്ക് തറാവീഹ് നിസ്കരിക്കണം. മുആവിയനെ നമുക്ക് വിശ്വാസമില്ല. നിങ്ങൾക്കിത് പറഞ്ഞ മനസ്സിൽ നിങ്ങൾ എവിടെ ഇപ്പൊ ലോകം? എന്നിട്ട് നമ്മൾ ബക്കണം കൂടിയാണ്. എന്താ ബഴക്ക് കൂടുന്നത്? എന്താണ് ഇപ്പൊ നമ്മളെ ബഴക്ക്? ഇപ്പൊ എന്താണ്? നമ്മൾ അതാണോ ഇതാണോ ശരി? മറ്റേതാണോ ശരി? ഈ തങ്ങളാണോ ആ തങ്ങളാണോ ശരി? ഇതേ നമ്മളെ തർക്കം. നമ്മൾ തർക്കം ഇപ്പത് ഈ തങ്ങളാണോ ശരി ആ തങ്ങളാണോ ശരി? ഏതങ്ങളും ശരിയാണ്, ഏതെങ്കിലും ശരിയല്ല. ഇതിന്റെ അവസ്ഥ എന്താ? നിന്റെ പ്രശ്നങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? കുട്ടികൾ ഇരുന്നിട്ട് ഡിലീറ്റ് ചെയ്തതാണ്. 60% വന്നത് മുആവിയക്കെതിരാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രഗൽഭ സ്വഹാബിക്കെതിരെ കമന്റ് ഇടുക, ഇരുന്ന് കുത്തിയ കമന്റ് ഇടുക. സത്യല്ലേ പറഞ്ഞത്? ഇതാ ഞാനോട് ചോദിക്കും. അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബിക്കെതിരെ ഇവിടെ ഇതൊന്നും അറിയാത്ത കാലത്ത് 25 കൊല്ലം മുമ്പ് ഇന്ത്യയിലോ അണ്ണിയിലൊരു പല്ലുവാക്കി ഉണ്ടാവില്ല. ഇന്ത്യല്ലേ പറയടോ? ഒരു സ്വഹാബിക്കെതിരെ ഒരു 25 കൊല്ലം മുമ്പ് ഒരു വർത്താനം പറഞ്ഞെങ്കിൽ എന്റെ അണ്ണിയിലൊരു പല്ലുവാക്കി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈമാന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോയി നമുക്ക്. കാരണം മുസ്തഫ നബിന്റെ നമുക്ക് മുആവിയക്കാൾ പ്രശ്നം റസൂലുള്ളാഹ്. മുആവിയ മോശമാണെങ്കിൽ മോശമാണെന്ന് ആരാണ്? റസൂലല്ലേ? എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറഞ്ഞ മുത്തനബിക്കന്നെ വെച്ച് നമുക്ക് എല്ലാം ഉണ്ട്. ഖിയാമുൽ ലൈലുണ്ട്, സിയാമുൽ ലൈലുണ്ട്, എല്ലാം ഉണ്ട്. നബിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിലുണ്ടെങ്കിൽ അത് കേൾക്കാൻ നിനക്ക് കഴിയില്ല. അത് സത്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9-ാമത്തെ വയസ്സിൽ ആയിഷ ബീവിയെയും കൊണ്ട് വാതിലടച്ച് കടന്നുറങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ നിറവെന്ന പുസ്തകത്തിൽ ആ വിഷയം ചേർത്ത്. എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അങ്ങനെ നബി ചെയ്യൂല? ജായിസോളേന്നല്ല. 15-ാമത്തെ വയസ്സിൽ സ്വന്തം മകളെ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഓൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ പുണ്യ റസൂൽ 9 വയസ്സായ പെണ്ണിനൊപ്പം കടന്നുറങ്ങൂല. തെളിയിക്കാൻ എൻ്റെ ഉത്തരവാദിത്ത. ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അതാണ് നിറവ് എന്ന പുസ്തകം. ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആന കുത്തിയ പുളിയാത്ത തെളിവ് കൊണ്ടാ തെളിയിച്ച്. ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിത രക്ഷ എൻ്റെ ഹബീബ് ചെയ്യൂല. മുൻകാലത്ത് എഴുതി വെച്ചവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാവാം.
ഞങ്ങളോട് പറഞ്ഞു അറബികൾ താരീഖ് എഴുതുന്നതിൽ വളരെ വീക്കായ ജനതയാണ്. അവരുടെ താരീഖ് എഴുത്തരൻ ആരംഭിക്കുന്ന നബിക്ക് ശേഷം. ചരിത്രം എഴുതാൻ അറിയാത്തൊരു ജനതയായിരുന്നു ആര്? അവർക്ക് പ്രായോഗിക കണക്കില്ല. ഉദാഹരണം പറയാ, EMS ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടാനില്ലല്ലോ. EMS ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടാനില്ല. മലയാളക്കര കണ്ട പ്രഗത്ഭനായ ബുദ്ധിജീവിയാണ് EMS. കമ്മ്യൂണിസ്റ്റരാണെങ്കിലും അൻസിലിനാസമനാസിലവും മനുഷ്യർക്ക് അവരുടെ അവകാശം വകച്ചു കൊടുക്കണമല്ലോ. മലയാളക്കര കണ്ട ജീനിയസ് എന്ന് പറയാവുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു ജീനിയസ് മലയാളക്കരയിൽ, ഒരു കോമൺ എഡ്യൂക്കേഷനിൽ ഒരു ജീനിയസ് എന്ന് പറയാവുന്ന ഒരു ഹിസ്റ്റോറിയൻ, ഒരു താർക്കികൻ ഉണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരാളാണ് ആര്? EMS. ഏറ്റവും വലിയ ആളെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും മോശമല്ല. ആ കൂട്ടത്തിലെ വിരലെണ്ണാവുന്ന ജീനിയസുകൾ ഒരാൾ EMS. ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടാനില്ല. എന്തുകൊണ്ട്? ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്ന സംവിധാനം ആ കാലത്ത് മലയാളക്കരയിൽ ഇല്ല. ഇപ്പോഴല്ലേ വന്നത്. ഇതാണ് അവിടെയൊക്കെ സംഭവിച്ചത്. അപ്പൊ അബദ്ധങ്ങളൊക്കെ പറ്റി. ഇന്ന് നമ്മളത് പാട്ടിച്ച് കൃത്യമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് ആയിഷ ബീവിയല്ല വിഷയം. എനിക്കെൻ്റെ ഹബീബാണ്, എനിക്ക് അള്ളയകനാന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. അല്ലാതെ എനിക്ക് ഖുർആനാകെ തപ്പിച്ച് അള്ളയകനാണ് കിട്ടും. എന്ത് കിട്ടും? നിങ്ങൾ എനിക്കൊരാളെ കിട്ടും. എൻ്റെ ബാപ്പാൻ്റെ വല്യാപ്പാൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് ആരെ കണ്ടിട്ടുണ്ട്? റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. അവർ റസൂലുള്ളാഹിനെ സത്യസന്ധത പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പ്രശ്നം ആരാണ്? നബിയാണ്. നബിനെ കണ്ടോരി നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മൾ കണ്ട മനുഷ്യനല്ലേ പറയാ. നമ്മൾ കണ്ടതുപോലെയല്ലേ ഇന്നോരിന്നൊരു കണ്ടത്? 10,000-കണക്കായ ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. ആ ആള് പറഞ്ഞതാണ് അല്ലാഹു ഏകനാണ്. അപ്പൊ ലോകമൊക്കെ പറഞ്ഞു അല്ലാഹു ഏകനാണ്. ഓരോ കാലത്തെ നബിമാരും അങ്ങനെയാണ്. ഈ ഓരോ കാലത്തെ നബിമാരും പറഞ്ഞപ്പോഴല്ലേ ജനങ്ങൾക്ക് അറിയുന്നത്. ഞാൻ മാത്രമല്ല എന്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അല്ലാഹു ഏകനാണെന്നാണ്. അപ്പൊ ഇവർ പറഞ്ഞിട്ടാണ് ഈ വിവരമില്ലാത്തവരെ ഏറ്റുപറയുന്നത്. അല്ലാഹു ഏകനാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും ഈ മനുഷ്യന്മാരുടെ കയ്യിലില്ല. അല്ലെങ്കിൽ മനുഷ്യൻ ലോകം തുറന്നിട്ടണം. അവിടെ ഒരു 100 മാത്രമേ ഉള്ളൂ അള്ളാഹിന്റെ പ്രഭ. അതിനൊരാൾക്ക് തുറന്നിട്ടും പിന്നെ അടങ്ങി.